കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ശിനാർ രാജാവിൻ്റെ പേര് എന്ത്? ഉത്തരം അമ്രാഫേൽ. അടുത്ത ചോദ്യം, ജാതികളുടെ രാജാവ് ആര്? ഉത്തരം തീദാൽ. അടുത്ത ചോദ്യം, ഉപ്പുകടലിൻ്റെ സ്ഥാനത്ത് പണ്ടുണ്ടായിരുന്ന താഴ്വര ഏത്? ഉത്തരം സിദ്ദീം താഴ്വര. അടുത്ത ചോദ്യം, 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് യുദ്ധത്തിനായി ഒത്തുകൂടിയ സ്ഥലം ഏത്? ഉത്തരം സിദ്ദീം താഴ്വര. അടുത്ത ചോദ്യം, അറിയപ്പെടുന്ന ആദ്യ യുദ്ധം നടന്ന സ്ഥലം ഏത്? ഉത്തരം സിദ്ദീം താഴ്വര. അടുത്ത ചോദ്യം, ലോത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടതറിഞ്ഞ അബ്രഹാം പിന്തുടർന്നത് എവിടെ വരെ? ഉത്തരം ദാൻ വരെ. അടുത്ത ചോദ്യം, കാദേശിൻ്റെ മറുപേര് എന്ത്? ഉത്തരം ഏൻ മിഷ്പാത്ത്. അടുത്ത ചോദ്യം, കീഴ്ക്കുഴികൾ വളരെ ഉണ്ടായിരുന്ന താഴ്വര ഏത്? ഉത്തരം സിദ്ദീം താഴ്വര. അടുത്ത ചോദ്യം, അബ്രഹാമിന് എത്ര അഭ്യാസികൾ ഉണ്ടായിരുന്നു? ഉത്തരം 318. അടുത്ത ചോദ്യം, രാജതാഴ്വര എന്നറിയപ്പെടുന്ന താഴ്വര ഏത്? ഉത്തരം ഷാവോ താഴ്വര. അടുത്ത ചോദ്യം, അബ്രഹാമിന് അപ്പവും മീനും കൊണ്ടുവന്നത് ആര്? ഉത്തരം ശാലോം രാജാവായ മൽക്കീസദേക്ക്. അടുത്ത ചോദ്യം, അബ്രഹാമിനെ ആദ്യം അനുഗ്രഹിച്ച വ്യക്തി ആര്? ഉത്തരം മൽക്കീസദേക്ക്. അടുത്ത ചോദ്യം, ആദ്യം യഹോവയ്ക്ക് ദശാംശം കൊടുത്തത് ആര്? ഉത്തരം അബ്രഹാം. അടുത്ത ചോദ്യം, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ ശാലോം രാജാവ് ആര്? ഉത്തരം മൽക്കീസദേക്ക്. അടുത്ത ചോദ്യം, ചരടോ ചെരുപ്പിൻ്റെ വാറോ നിനക്കുള്ളതിൽ യാതൊന്നും എടുത്തിട്ടില്ലെന്ന് അബ്രഹാം പറഞ്ഞത് ആരോടാണ്? ഉത്തരം സോദോം രാജാവിനോട്. ഇപ്പോൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അതിൻ്റെ റെഫറൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംശയമുള്ളവർക്ക് അത് നോക്കി റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് 15-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളുമായി പിന്നെയും കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.